ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 16 മെയ് 2026, ഈ മാസത്തിലെ 16ാമത്തെ ദിവസം, കാത്തിരിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഈ വർഷത്തെ 136ാമത്തെ ദിവസമാണ് ഇന്ന്. 507ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുന്നു. മരണശേഷവും ജീവനുണ്ടെന്ന് ആര് ആണ് തെളിയിച്ചത് എന്നാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് മരണശേഷവും ജീവനുണ്ടെന്ന് ആര് ആണ് തെളിയിച്ചത് എന്നതാണ്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം നാം നോക്കുമ്പോൾ 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. അത് യേശു മാർത്തയോട് പറയുന്നതായ വേദഭാഗം ആണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ്. അതായത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് ഈ ലോക ജീവിതം ഒരു ശാശ്വതമല്ലാത്ത ജീവിതമാണ്. നാം ഇവിടുത്തെ ഒരു ഗസ്റ്റ് ആയിട്ട് ആണ് ഏതാനും വർഷങ്ങൾ കഴിയുന്നത്. അതിനുശേഷം നാം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നിത്യതയിൽ അവൻ്റെ വലത്ത് ഭാഗത്ത് ജീവിക്കും എന്ന് നാം ഓരോരുത്തരും വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിൽ നമ്മെ തന്നെ ശരണപ്പെടുന്നതും നമ്മൾ അവനിൽ നമ്മളെ തന്നെ അർപ്പിക്കുന്നതും എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. എന്നാൽ ഇവിടെ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നു, സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ 2 to 3 മിനിറ്റ്സ് വരെ ആ മനുഷ്യന് ഓർമ്മയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവന് അത് എല്ലാം എണ്ണി പറയുവാൻ, ആ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെയും പറയുവാൻ സാധിക്കും എന്നതാണ് ഇവിടെ മാർത്തയോട് യേശു പറഞ്ഞത്. അവനിൽ വിശ്വസിക്കുന്നവർ ആരുണ്ടോ അവർ മരിച്ചാലും ജീവിക്കും. അതായത് പുനരുദ്ധാനത്തെക്കുറിച്ചും ആ നിത്യതയിലെ ജീവിതത്തെക്കുറിച്ചുമാണ് മാർത്തയോട് യേശുവിടെ പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ ബോധമുണ്ട് എന്ന് പറയുന്ന ഒരു വേദഭാഗമാണ്, എന്നൊരു ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലരുടെയും മരണവും ശവസംസ്കാരവും കാണുവാൻ ഇടവന്നിട്ടുണ്ടാകാം. ഗവേഷണ പടുക്കളായ ഡോക്ടർമാർ ഈ വിഷയത്തെപ്പറ്റി നൽകിയിട്ടുള്ള സാക്ഷ്യങ്ങളും വീക്ഷണങ്ങളും കൗതുകമേറിയവയാണ്. മരണത്തിനു ശേഷവും ജീവനുണ്ടെന്നതിന് ഒടുവിൽ ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചു. ഇത് സംബന്ധിച്ച് നടത്തിയ ദീർഘമായ പഠനത്തിനൊടുവിലാണ് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ കേന്ദ്രമാക്കിയ ഒരു സംഘം പ്രവർത്തകർ കഴിഞ്ഞ 4 വർഷമായി നടത്തിവന്ന പഠനങ്ങളാണ് ഫലം കണ്ടത്. ഹൃദയാഘാതം സംഭവിച്ച രോഗികളോട് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയാണ് സംഘം പ്രധാനമായും ചെയ്തത്. മരണം സ്ഥിരീകരിച്ചിട്ടും ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷപ്പെട്ട 40% പേർക്കും ആ സമയങ്ങളിൽ ബോധമുണ്ടായിരുന്നുവെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഹൃദയമിടിപ്പ് നിലച്ച് 20 മുതൽ 30 വരെ സെക്കൻഡുകൾക്കുള്ളിൽ മസ്തിഷ്ക മരണവും സംഭവിക്കുമെന്ന് ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് ശേഷം രോഗി പൂർണ്ണമായും അബോധാവസ്ഥയിലാകുമെന്നും കരുതുന്നു. എന്നാൽ ഈ രോഗിക്ക് 3 മിനിറ്റിന് ശേഷവും യഥാർത്ഥ ലോകത്തിലെ സംഭവങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുമെന്നാണ് തങ്ങളുടെ പുതിയ പഠനത്തിലൂടെ തെളിഞ്ഞതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഈ സമയത്ത് ഇവരെ പുനർജീവിപ്പിക്കാനാകുമെന്നും പഠനം തെളിയിക്കുന്നു. മരണത്തിന് തൊട്ടടുത്ത് നിന്നുള്ള അനുഭവങ്ങളെക്കുറിച്ച് രോഗികളിൽ ഒരാൾ വിശ്വസനീയമായ വിവരങ്ങളാണ് നൽകിയതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സാം പാർണിയ വ്യക്തമാക്കി. ഡോക്ടർമാരും നേഴ്സുമാരും തൻ്റെ ജീവൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് അയാൾ കൃത്യമായാണ് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂയോർക്ക് സ്റ്റേറ്റ് സർവകലാശാല പ്രൊഫസറായ ഇദ്ദേഹം സതാംപ്ടൺ സർവകലാശാലയിലെ മുൻ ഗവേഷകൻ കൂടിയാണ്. ഹൃദയം നിലയ്ക്കുന്നതോടെ
മസ്തിഷ്ക മരണവും സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ 3 മിനിറ്റിലേറെ ബോധാവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്നതിന് രോഗികളിൽ ഒരാളിൽ നിന്ന് തെളിവ് ലഭിച്ചതായി അദ്ദേഹം വിശദീകരിച്ചു. മുറിയിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിനൊപ്പം മുറിയിലെ ഒരു യന്ത്രത്തിൽ നിന്ന് അദ്ദേഹം 2 തവണ ബീപ്പ് ശബ്ദം കേട്ടു എന്നാണ് ഇതിൽ നിർണായകം. കാരണം 3 മിനിറ്റ് ഇടവിട്ടാണ് യന്ത്രം ബീപ്പ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അയാൾ വിവരിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായും മുറിയിൽ നടന്നവയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ 15 ആശുപത്രികളിൽ നിന്നായി 2060 രോഗികളെയാണ് ഡോക്ടർ പാർണിയയുടെ നേതൃത്വത്തിൽ നിരീക്ഷണ വിധേയമാക്കിയത്. സംഘത്തിന്റെ പഠന റിപ്പോർട്ട് റിസൂസിറ്റേഷൻ എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പഠന വിധേയരായവരിൽ 46% പേർക്കും ആ സമയത്തെക്കുറിച്ച് സ്പഷ്ടമായ ഓർമ്മകളാണ് ഉണ്ടായിരുന്നത്. 2% പേർക്ക് ആ നിമിഷങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് പറയുവാനും സാധിച്ചു. കൂടുതൽ ഫലപ്രദമായ അന്വേഷണങ്ങൾക്ക് വഴി തുറന്ന ഈ പഠനം നടത്തിയവർ അഭിനന്ദനം അർഹിക്കുന്നതായി റിസൂസിറ്റേഷൻ ജേർണലിന്റെ എഡിറ്റർ ഡോക്ടർ ജെറി നോലൻ അറിയിച്ചു. ഏതായാലും പുനർജീവനവുമായി ബന്ധപ്പെട്ട് മുൻവിധികളില്ലാത്ത ഒരു അന്വേഷണത്തിനുള്ള സാധ്യതകൾക്കാണ് ഈ പഠനം വഴി തുറന്നിരിക്കുന്നത്. നമ്മൾ ക്രിസ്ത്യാനികളായ ഓരോരുത്തരും എത്രയോ ശരിയായ വിശ്വാസത്തിലാണ് നാം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് ആണ് ഇത്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ മരണാവസ്ഥയിലാകുന്ന അവസരത്തിലും അറ്റ്ലീസ്റ്റ് 3 മിനിറ്റെങ്കിലും നമുക്ക് കൃത്യമായ ആ ബോധാവസ്ഥയിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആയതിനാൽ നാം നമ്മുടെ ദൈവത്തിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി വിശ്വസിക്കുന്നുവെങ്കിൽ ഇവിടെ നിന്നും നാം മാറിയതിനു ശേഷവും, അതായത് ദേഹവും ദേഹിയും ആത്മാവിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ തന്നെയും ആ ആത്മാവ് തന്നെ അയച്ചതായ ആ രക്ഷിതാവിൻ്റെ മുമ്പിലേക്ക് തിരിച്ചു ചെല്ലുകയും നാം ഈ ലോകത്തിൽ നല്ല ഒരു വ്യക്തിത്വം, നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചതെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അവൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തും എന്നതിനും ഒരു തെളിവാണ് നാം ഇവിടെ കാണുന്നത്. മരണശേഷവും ജീവനുണ്ടെന്ന് ഈ ശാസ്ത്രജ്ഞൻ ഇവിടെ പറയുന്നു. അത് 3 മിനിറ്റ് സമയത്തേക്ക് മാത്രം ആ ദേഹവും ദേഹിയുടെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥ വിചാരം ഉണ്ടായിരിക്കണം. ആ വിചാരത്തിൻ പ്രകാരം നാം ശരിയായ രീതിയിൽ ഈ ലോക ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നിത്യതയിൽ നമുക്ക് ഒരു കിരീടം ലഭിക്കുകയും കിരീടം ലഭിക്കുകയും ചെയ്യും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.